നാടൊട്ടാകെ കാലിച്ചന്തകളൊക്കെ സജീവമായി തുടങ്ങി. ബലിപെരുന്നാളനുബന്ധിച്ച് നടക്കുന്ന ബലിയെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് വരുന്ന അധിക ചോദ്യങ്ങളും. അപ്പോൾ ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ ഉദ്ഹിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബലിയെ സംബന്ധിച്ചാകാം നമ്മുടെ ചർച്ചകൾ. ഷാഫി മദ്ഹബ് പ്രകാരം ഉദ്ഹിയ അറുക്കുന്നതിൻ്റെ ബലി അറുക്കുന്നതിൻ്റെ വിധി എന്താണ്? ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഷാഫി മദ്ഹബ് പ്രകാരം ഉദ്ഹിയ അറുക്കുക എന്നുള്ളത് സുന്നത്ത് മുഅക്കദയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒഴിവാക്കിയിട്ടില്ലാത്ത പ്രധാനപ്പെട്ട സുന്നത്താണ്. മാത്രവുമല്ല ദീനിന്റെ വളരെ പ്രകടമായ ഷിആറാണ്, അടയാളമാണ് ഉദ്ഹിയ. സൂറത്തുൽ ഹജ്ജിൽ 36-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വൽ ബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശആയിരില്ലാഹി ലക്കും ഫീഹാ ഖൈർ. ഈ ബലിമൃഗങ്ങൾ നിങ്ങൾക്ക് നാം അടയാളമാക്കി തന്നിരിക്കുന്നു, അതിൽ നിങ്ങൾക്ക് ഖൈറുണ്ട്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുളഹി ബികബ്ശൈനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ഹിയ അറുത്തു കൊടുക്കാറുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഉദ്ഹിയ ആർക്ക് എപ്പോഴാണ് സുന്നത്താവുക? ഉദ്ഹിയ സുന്നത്താവുന്നത് മുസ്ലിമായ പ്രായപൂർത്തിയും വിവേകവുമുള്ള ഒരാൾക്ക് പെരുന്നാളിൻ്റെ ദിവസം തൻ്റെയും അയാളുടെ കുടുംബത്തിൻ്റെയും ചെലവ് കഴിച്ച് ബാക്കി സമ്പത്തുണ്ടെങ്കിൽ അയാൾക്കാണ് സുന്നത്താവുന്നത്. പെരുന്നാൾ ദിവസം നിസ്കാരം കഴിഞ്ഞത് മുതൽ, പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞത് മുതൽ അയ്യാമു തശ്രീഖിൻ്റെ അവസാനം വരെ, അഥവാ ദുൽഹിജ്ജ 13 മഗ്രിബ് വരെയാണ് ഉദ്ഹിയ അറക്കേണ്ട സമയം.